അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ അൽ മുറാഹക്ക കോഴ്സിൻ്റെ 3 ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞു. വ്യത്യസ്തമായ 3 വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 4ാമത്തെ ക്ലാസ്സിലേക്ക് വരികയാണ്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് പറയോ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേ? മതം പഠിക്കുന്നവന്റെ ആ മഹത്വങ്ങൾ. മതം പഠിക്കുന്നവനുള്ള മഹത്വങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ മതം പഠിക്കുന്നതിലൂടെ, ദീന് പഠിക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും എന്ന് പഠിച്ചു. ഓക്കെ, പിന്നെ തെറ്റ് ചെയ്താൽ രക്ഷ നേടാനുള്ള 5 കാര്യങ്ങൾ. തെറ്റ് ചെയ്താൽ അതൊന്ന്, അതായത് തിന്മകളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള 5 കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു അല്ലേ? തിന്മകളിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള 5 കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ജീവിത ലക്ഷ്യം. ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മുടെ എയിം ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത്? ഇതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ? പ്രത്യേകിച്ച് ഒരാൾ എന്തിനാണ് ശരിക്ക് ഈ ലോകത്തേക്ക് വന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നമ്മളിപ്പോൾ എന്തിനാ ഈ ലോകത്തേക്ക് വന്നത്? എന്തിനാ? കുറേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാ ആണോ? അല്ല. അല്ല. ഇപ്പം ഈ ക്ലാസ്സിന് വന്നതിനൊരു ഉദ്ദേശമല്ലേ? നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നതിനൊരു ഉദ്ദേശം ഉണ്ടോ? അല്ലേ? ഉണ്ട്. ഉണ്ട് അല്ലേ? ഈ ക്ലാസ്സിൽ ഇരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതിനൊരു ഉദ്ദേശമുണ്ട്. ഒരു ബസ്സിൽ കയറിയാൽ ഒരു ഉദ്ദേശമുണ്ട്. ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട്. എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട് അല്ലേ? ഒരു ലക്ഷ്യമുണ്ട്. ഇന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എങ്കിൽ നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് വെറുതെ ഇങ്ങനെ വന്നിരിക്കുക, കുറേ ഭക്ഷണം കഴിക്കുക, കുറേ ഗെയിം കളിക്കുക, പിന്നെ നേരെ ഭക്ഷണം കഴിച്ച് പോയി കടന്നുറങ്ങുക, പിന്നെയും ഭക്ഷണം കഴിക്കുക, പിന്നെയും കടന്നുറങ്ങുക, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ബാത്റൂമിൽ പോയി ഇതൊക്കെ കൊണ്ടേ കളയുക അല്ലേ? ഇതാണോ ഉദ്ദേശം? ഈ ലോകത്തേക്ക് വന്ന അതിനാ കുറെ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനുമാ? അല്ല. ആണോ? അല്ലേ? അല്ല. അല്ല. അപ്പൊ ഈ ലോകത്തേക്ക് വന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ ഉസ്താദ് പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഇതൊന്നുമല്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നാൽ പലപ്പോഴും തല്ലുകൂടുന്നതുമായ ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, എന്നാൽ പലപ്പോഴും എന്ത് ചെയ്യും? അതേ കാര്യത്തിൻ്റെ പേരിലാണ് നമ്മൾ തല്ലുകൂടും ചെയ്യുക. അങ്ങനത്തെ രണ്ടാൾക്കാരെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അങ്ങനത്തെ രണ്ടാൾക്കാർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ലേ? ചില ആളുകൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്താണ് ആ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താ? സിബ്ലിങ്സിനെ പറ്റിയിട്ടാണല്ലോ. ആരാ? സിബ്ലിങ്സിനെ പറ്റിയിട്ടാണോ? അല്ലല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരുണ്ട്. ഫോണാണോ? ഏ അതാണോ? അതിനേക്കാൾ പ്രധാനമുള്ള രണ്ടാൾക്കാർ മാതാപിതാക്കൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നമ്മളെ ഉമ്മിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓരെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ഓരെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഓരോട് തല്ലുകൂടും ചെയ്യും അല്ലേ? പൊതുവേ നമുക്ക് എല്ലാവർക്കും നമ്മളെ ഉമ്മാനിപ്പാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എൻ്റെ അമ്മാനെ ഇഷ്ടമൊന്നുമില്ല. എന്നെ പറഞ്ഞോ, അതിനെന്താ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോ, എന്താ പ്രശ്നം എന്ന് പറഞ്ഞോടി, നോ പ്രോബ്ലം. എന്തുകൊണ്ട് ഇഷ്ടമല്ല? ഇവിടുന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉസ്താദിനോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി. എനിക്കത് എൻ്റെ അമ്മാനെ എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ അപ്പാനെ ഇഷ്ടമല്ല. പറയാം, ഒരു പ്രശ്നമല്ല. അതിപ്പോൾ എന്താ, ഓരോരുത്തർക്കും പറയാനുള്ള ചോയ്സ് ഉണ്ട് ഇവിടെ. അല്ലാതെ നിർബന്ധമായും ഓരെന്ത് ചെയ്താലും ഓരെങ്ങനെ അയ്യോ 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 എന്നിട്ടിരിക്കണം എന്നൊന്നും നമ്മൾ പറയില്ല. മറിച്ച് എന്താണ് ആ വിഷയം എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക നമ്മൾ അവരെ ഇഷ്ടപ്പെടണോ വേണ്ടയോ. അപ്പം എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. എന്തോ ഒരു ഉഷാറ് കുറവുണ്ട് കേട്ടോ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ചെറിയ ഒരു എഴുത്ത് കാണിച്ചു തരികയാണ്. നേരെ ശ്രദ്ധിക്കട്ടെ എല്ലാവരും. നമ്മളെ വിഷയം ഇതാണ്, ഉമ്മയും ഉപ്പയും എന്നുള്ളതാണ് നമ്മളെ വിഷയം. കാണുന്നുണ്ടോ സ്ക്രീനിൽ? കാണുന്നുണ്ടോ? അല്ലേ?
ആ ഓക്കെ. ഉമ്മയും ഉപ്പയും നമ്മുടെ രണ്ട് തണൽ മരങ്ങൾ, ഇതാണ് നമ്മളെ ഹെഡിങ്. ഉമ്മയും ഉപ്പയും എന്നുള്ളതാണ് നമ്മളെ വിഷയം. ഓക്കെ, റെഡി? വേഗം എഴുത്, വേഗം എഴുത് കേട്ടോ. ഉമ്മയും ഉപ്പയും. ഒരു മൂന്നാൾക്കാർ ഇപ്പോഴും ക്യാമറ ഓൺ, മൂന്നല്ല 4-5 ആൾക്കാർ ഓരും കൂടി ക്യാമറ ഓൺ ആക്കിയാൽ ഉഷാറായി. ഞാൻ പേര് വിളിക്കണോ? പേര് വിളിക്കണമെങ്കിൽ പേര് വിളിക്കാം. ക്യാമറ ബ്ലൗസ് ആണ്. അത് ഒരാൾക്കല്ലേ പ്രശ്നം, എല്ലാവർക്കും പ്രശ്നമുണ്ടോ? ഓക്കെ. ഖദീജ, ഖദീജ, ഖദീജ ജംസീന, ഈ രണ്ടാളുകൾ കൂടി എന്ത് ചെയ്യണം നോക്കണം. ഞാൻ നിങ്ങൾക്ക് ഒരു 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 ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്, എല്ലാവരോടും കേട്ടോ. എഴുതിക്കോ, ഹെഡിങ് എഴുതിയോ? ഉമ്മയും ഉപ്പയും എഴുതില്ലേ? എഴുതി. ഓക്കെ. എന്നാൽ ഒരു മൊബൈൽ സ്ക്രീനിൽ വന്ന ഒരു എഴുത്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നിങ്ങൾ എന്നോട് പറയണ്ടേ. ഓക്കെ. മൊബൈൽ സ്ക്രീനിൽ വന്നത് ഇതാണ്: ഇഫ് യു സർവൈവ് യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു. ഐ ലവ് യു എന്ന് നമ്മളിപ്പോൾ കുറേ കേട്ടിട്ടുണ്ടാവും. ഇതല്ല പറയണേ. ഇത് അല്ലാതെ ഇഫ് യു സർവൈവ്, നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, യു മസ്റ്റ് റിമെമ്പർ ദാറ്റ്, നീ തീർച്ചയായും ഒരു കാര്യം അറിയണം: ഐ ലവ് യു. വായിച്ചോ? എല്ലാവരും വായിച്ചോ? വായിച്ചല്ലേ? വായിച്ചു. വായിച്ചു. ഇത് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടുക്കണോ? ആരും കേട്ടിട്ടില്ല? കണ്ടിട്ടുണ്ട് ഏതാ? സ്റ്റാറ്റസില്. സ്റ്റാറ്റസിൽ? ആരുടെ സ്റ്റാറ്റസിൽ? അത് ഓർമ്മല്ല, എവിടെയോ സ്റ്റാറ്റസില് ആരുടെയോ കണ്ടിട്ടുണ്ട്. ഓക്കെ. എന്നാല് വേറെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഇതെന്താണെന്നുള്ളത്? ആർക്കും പറയാം, ആർക്കും പറയാം, നോ പ്രോബ്ലം. ഉണ്ടോ? ഉണ്ടോ അല്ലേ? പറയൂ ഗൈസ്. ഇല്ല. ഇല്ല. ഓക്കെ, ആർക്കും അറിയില്ല അല്ലേ? എന്നാ കേട്ടോളൂ, ഇതെന്താണ് സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. സ്ക്രീൻ ഒന്നുകൂടി കാണിച്ചു തരാണേ. അതിലുണ്ട് അതെന്താണെന്നുള്ളത്. ഇതാ, ഇങ്ങനെ സംഭവം കേട്ടുക്കണോ? ജപ്പാനിലെ ഭൂകമ്പം കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ചിലപ്പോൾ ജനിക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കുട്ടികളായിരിക്കണം, ചെറിയ കുട്ടികളായിരിക്കണ സമയത്ത് നടന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയാം. 2004 അതിൻ്റെ ഒരു ഓർമ്മ. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ, ഇനി കേട്ടോളിട്ട് എല്ലാവരും കേൾക്കുക, ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് ചില ആൾക്കാർ ശ്രദ്ധിക്കണില്ല, ഒരുപാട് ഇല്ല, ക്യാമറ ഓണാക്കാത്ത ആളുകളൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. ജംഷീന മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി ആരുമില്ല. അല്ലെ ഖദീജ മറുപടി അറിയണ്ടേ? ഖദീജാന്റെ സൗണ്ടിന്റെ കേൾക്കണില്ല നമ്മൾ. ഐഫോണ് പിന്നെ പേരെന്നല്ല. ഖദീജ എന്തോ പറഞ്ഞല്ലോ. ഇവിടെ തന്നെ ഉണ്ട്. എവിടെ എന്നിട്ട് എന്നെ കാണില്ലേ? പോലീസ് സ്റ്റേഷനിൽ പരസ്യം കൊടുക്കണോ? ഖദീജയെ കാണാതായിട്ടുണ്ട്, കാണാനില്ല. നമ്മുടെ അൽമുറാഹക്ക കോഴ്സിൽ പഠിക്കുന്ന ഖദീജ എന്ന് പറയുന്ന കുട്ടിയെ കാണാതായിട്ടുണ്ട്. കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടത്. പറയണോ? ആണോ ഖദീജ? എവിടെ എന്നെ കാണില്ലാന്ന് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണില്ല, അതിന്റെ അർത്ഥമാണത്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ട്. നമ്മൾ നിർബന്ധമാണ്, ക്യാമറ ഓണാക്കൽ നിർബന്ധമല്ലേ? നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണില്ല എന്ന് കരുതണ്ട. ഇവരൊക്കെ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ട്. ക്യാമറ ഓണാക്കണില്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ നമ്മളിങ്ങനെ അശ്രദ്ധമായി വേറുള്ളവരോട് വർത്താനം പറഞ്ഞു, അതേപോലെ വേറുള്ള കാര്യങ്ങൾ മൊബൈലിൽ നോക്കിയിരിക്കും. ഇതാകുമ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ കൃത്യമായിട്ട് ഇതിലുണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഫിൽസ ഞാൻ പറയണ കേൾക്കണമെന്നല്ല.
ഫിൽസ അവിടെ അല്ല, മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഞാൻ ഫിൽസ എവിടുന്നെങ്കിലും ഓടി വന്നിട്ട് ഇതാ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയും ചിലപ്പോൾ. ഓക്കെ, നമ്മളിഞ്ഞ് അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ക്യാമറ വർക്ക് ചെയ്യാത്ത ആളുകളും ക്യാമറ ഓണാക്കാത്ത ആളുകളെയും റിമൂവ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ആദ്യമേ ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ രക്ഷിതാക്കളോട് തന്നെ ഈ വിഷയം പറഞ്ഞതാണ്. അതേപോലെ തന്നെ നിങ്ങളെ മെസ്സേജുകളിൽ ഇട്ടതാണ്, നിങ്ങൾക്കുള്ള ആ ഗ്രൂപ്പിൽ ഇട്ടതാണ് അല്ലേ? ക്യാമറ ഓണാക്കൽ നിർബന്ധമാണെന്നുള്ളത് ഉണ്ടായിരുന്നോ? ഗ്രൂപ്പിലിട്ടിട്ടുണ്ടോ? ഉണ്ടോ അല്ലേ? എല്ലാവരും പറയും ഉണ്ട്. ഇട്ടിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം എങ്കിൽ ഇത് ഓണാക്കി തന്നെ വേണം. അപ്പം ഞാൻ തന്നെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ അതില്ലാതിരിക്കാനാണ് അതിനെ കൃത്യമായിട്ട് കുറച്ച് സമയം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടോ. ജപ്പാൻ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചെറിയൊരു രാജ്യമാണ് ജപ്പാൻ. പക്ഷേ ഒരുപാട് സാമ്പത്തികമായിട്ടും മറ്റൊക്കെ വളരെ ഉയർച്ചയുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. ഈ ജപ്പാനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. വലിയ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ സുനാമി ഒക്കെ ഉണ്ടായ ഒരു നാടാണ് ജപ്പാൻ. ഒരുപാട് തകർച്ചയിൽ ഉണ്ടായ ഒരു രാജ്യമാണ്. അങ്ങനെ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി, കുറേ ആളുകൾ മരിച്ചു. വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ വീണു, വീടുകൾ വീണു, പിന്നെ കെട്ടിടങ്ങൾ വീണു. അതിൻ്റെ അടിയിലൊക്കെ കുറേ ആളുകൾ പെട്ടുപോയി, കുറേ ആളുകൾ മരിച്ചു. അങ്ങനെ ആ ഭൂകമ്പമൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇങ്ങനെ കുറേ പട്ടാളക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം, എല്ലാം മാറ്റിയും കൊണ്ടിരിക്കണം. ആ വീണ് കിടക്കുന്ന മതിലുകളും അതേപോലെ ചുമരുകളും കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു മാറ്റിയും കൊണ്ടിരിക്കണം. അപ്പോൾ അടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ ഡെഡ് ബോഡി എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ നോക്കുന്ന സമയത്തുണ്ട് ഒരു ഉമ്മയുടെ ഡെഡ് ബോഡി, ഒരു ഉമ്മയുടെ മയ്യത്ത് അതിങ്ങനെ കമിഴ്ന്നിങ്ങനെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കണം, കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. എന്തോ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തതുപോലെ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അതിൻ്റെ അവരുള്ള പട്ടാളക്കാരിലെ കമാൻഡർ ആയ ആൾ, അയാൾക്ക് ഇതിലെന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന ഒരു സംശയം തോന്നി. അയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിനെ അവിടുന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു, അതിനെ അവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ കണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ ചോട്ടിലൊരു കുട്ടി, ജീവനുള്ള ഒരു ചെറിയ 1.5 വയസ്സ് 2 വയസ്സുള്ള ഒരു കുട്ടി അവിടെ കിടക്കണം. ആ കുട്ടിയുടെ സമീപത്ത് ഒരു മൊബൈലുണ്ട്. ആ മൊബൈലിൻ്റെ ആ മൊബൈലിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള വാക്കാണ് ഇഫ് യു സർവൈവ്. നീ രക്ഷപ്പെടുകയാണെങ്കിൽ, നീ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം, യു മസ്റ്റ് റിമെമ്പർ ദാറ്റ്. നീ നിർബന്ധമായിട്ട് ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഐ ലവ് യു, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ആ ഉമ്മ തൻ്റെ കുട്ടിയോട് പറയുന്ന ഒരു വാക്കാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ജപ്പാനിലെ ഉമ്മക്ക് മാത്രമുള്ളതാണ്. ആണോ? ജപ്പാനിലെ ഉമ്മമാർ മാത്രമാണോ കുട്ടീനെ നോക്കണത്? ആണോ? ആണോ അല്ലേ? ഇല്ല. അല്ല, എല്ലാ ഉമ്മമാരും എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ മക്കളെ അതിയോ ഇഷ്ടപ്പെടുന്നുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ നമ്മുടെ ഉമ്മ നമ്മളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ചെറിയ മോഡൽ മാത്രം പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് വാപ്പ ഭക്ഷണമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ ഒന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചു, ഉമ്മ എന്താ പറയുക, അത് ഉമ്മാക്കാണ്, നിങ്ങൾ പട്ടിണിയാണെന്ന് തോന്നിയെന്ന് അറിയോ? ഇല്ല, ഉമ്മ വേഗം അത് ആർക്കാ തരിക? ആർക്കാ തരിക? നമ്മക്കാ തരിക അല്ലേ? നമ്മൾ കഴിച്ചോ ഇല്ലയോ, നമുക്കെടുത്തോ ഇല്ലയോ, നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടോ, ഇതാണ് പൊതുവേ എല്ലാ ഉമ്മമാരും നോക്കുന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു വിഷയം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ഉമ്മയും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, വാപ്പയും നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം മാത്രം പറയാം. അപ്പോൾ ശരിക്കും നമ്മളെ ഉമ്മാനെ സ്നേഹിക്കണം. എല്ലാവരും പറയും ഉമ്മ ഇപ്പയും പറഞ്ഞത് കേൾക്കണം, ഇമ്മിപ്പയും പറഞ്ഞത് അനുസരിക്കണം, ഉമ്മാനിപ്പാനെയും ബുദ്ധിമുട്ടിക്കരുത് അല്ല, അങ്ങനെ കുറേ പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. അത് ഇടക്കിടക്ക് ഉമ്മ ഇങ്ങനെ കേൾപ്പിച്ചത് കേട്ടോ 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 ഇതുണ്ടോ, ഇതിൻ്റെ ഷോർട്സ് ഉണ്ടോ, ഇത് റീലുണ്ടോ കേട്ടോ, മര്യാദക്ക് കേട്ടോ, ഉമ്മാനെ എന്തൊക്കെ ചെയ്യണമെന്നാണ് പറയണമെന്നുണ്ടോ, അതിൽ നമ്മൾ അതൊക്കെ കുറേ കേട്ടാ തന്നെ അല്ലേ, ഇത് നമ്മൾ കുറേ കേട്ടല്ലേ. പക്ഷെ സത്യത്തിൽ എന്താണ് ഇപ്പോൾ നമ്മളെ ഉമ്മിപ്പൊക്കെ നമുക്ക് ചെയ്തെന്നത്? എന്താ നിങ്ങളൊരു അഭിപ്രായം? എന്താ നമ്മളിങ്ങനെ ആയത്തോ ദിവസം ഒന്നും പറയണില്ല, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞാണ് എന്താ ശരിക്കും നമ്മളെ ഉമ്മിപ്പി നമുക്ക് ചെയ്ത് തന്നിക്കണേ?
എന്താ ചെയ്തെന്ന് പറഞ്ഞോളി. എന്താണ്? നമുക്ക് ജീവൻ തന്നിട്ട് നമുക്ക് ജീവൻ തന്നു അല്ലേ? അതായത് ശരിക്കും ആ ഒരു വാക്ക് കറക്റ്റാണ്. ജീവൻ നൽകിയത് പടച്ചോനാണെങ്കിലും ആ ജീവൻ എന്തിലാണോ നിക്ഷേപിച്ചത് അത് നമ്മുടെ ഉമ്മാന്റെ വയറാണ്, ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണ് അല്ലേ? ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ. അവര് നമ്മൾ ഉം. കെയർ ചെയ്യും, എങ്ങനെ? നമ്മൾ വളരാൻ സഹായിക്കും. നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവർ നോക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ. വിദ്യാഭ്യാസം തരുന്നുണ്ട്. നമുക്ക് വിദ്യാഭ്യാസം നൽകി അല്ലേ? വാപ്പയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് ചോദിച്ചറിഞ്ഞ് കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരും. ഓക്കെ, പിന്നെ ഒരു കുറവൊന്നും വരുത്താണ്ട് വളർത്തി ഇതുവരെ എത്തിച്ചു. നമുക്കൊരു കുറവും വരുത്താതെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവരെന്ത് ചെയ്തു, നമുക്കിതൊക്കെ ചെയ്തു തന്നു. ഓക്കെ, പിന്നെ കഴിഞ്ഞോ? ഓക്കെ, ഇതൊക്കെ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരു പറഞ്ഞത് മുഴുവൻ കേൾക്കണോ? വേണോ വേണ്ട? നിങ്ങൾ പറഞ്ഞാണേ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞത്. അല്ല പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓരോ നോക്കണം എന്നുള്ളത് അല്ല പറഞ്ഞു. ഓക്കെ, ശരി, അല്ല പറഞ്ഞത് കൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കണത്. ഓക്കെ, നമ്മൾ ഇനി അവിടെ ഒരു ചെറിയൊരു ചരിത്രം മാത്രം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ചരിത്രം തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും അറിയണ ചരിത്രം തന്നെയാണ്. നിങ്ങളില്ലേ? എല്ലാവരും ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഓക്കെ, അതായത് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെടേണ്ടത്, ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ആരെയാണ്, ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ആരെയാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമ്മുക്ക, നിൻ്റെ ഉമ്മനെയാണ്, നിൻ്റെ ഉമ്മാനെയാണ് നീ നല്ലോണം നോക്കേണ്ടത്. അപ്പോൾ വീണ്ടും ചോദ്യം, സുമ്മമൻ, പിന്നെ ആരെയാണ്? അപ്പോൾ പറഞ്ഞു, നിൻ്റെ ഉമ്മനെയാണ്. മൂന്നാമത്തെ തവണയും ചോദിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് അല്ലേ? ഈ കഥ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പോഴും പറഞ്ഞു നിൻ്റെ ഉമ്മാണ്. അതായത് 3 തവണയും പറഞ്ഞത് ഉമ്മ. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അബൂക്ക, നിൻ്റെ വാപ്പനെയാണ്. അതായത് ആദ്യത്തെ 3 സ്ഥാനം. ഇപ്പം നമ്മളൊരു മത്സരമൊക്കെ നടത്തുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഉണ്ടോ? ഉണ്ടോ? ഗോൾഡ്, സിൽവർ, പിന്നെന്താ? ബ്രോൺസ്. ബ്രോൺസോ? വേറെ എന്തോ ഉണ്ട്, വേറെ എന്തോ ഒരു പേര് അറിയോ? സ്വർണം, വെള്ളി, വെങ്കലം കേട്ടിട്ടുണ്ടോ? മത്സരത്തിലൊന്നും പങ്കെടുക്കലില്ലേടോ? വല്ല തീറ്റ മത്സരത്തിലെങ്കിലും പങ്കെടുക്കുവോ? ഓക്കെ, അപ്പോ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോ എന്താ മോളെ? പേര് ബ്രോൺസ്. ഓക്കെ 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 ഓക്കെ, അശാന്തി. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ കാര്യങ്ങളൊക്കെ കിട്ടണതായിരിക്കാന്ന് വെച്ചാൽ, അതായത് എല്ലാം ആക്കുന്നത് ആദ്യത്തെ 3 സ്ഥാനം ഉമ്മാക്കാണ്. 4ാം സ്ഥാനം, നാലാമത്തെ സ്ഥാനം ഉണ്ടെങ്കിൽ അതാർക്ക്? വാപ്പാക്ക്. അപ്പോൾ ഈ 4ഉം കഴിഞ്ഞിട്ട് പിന്നെ 5ാം സ്ഥാനമാണല്ലോ ശരിക്കും മറ്റുള്ള വേറെ ആർക്കാണെങ്കിലും ഉണ്ടാകുക. നമ്മളെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ബ്രദേഴ്സ്, സിബ്ലിങ്സ്, എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വരുന്നത് 4 കഴിഞ്ഞിട്ടുള്ള സ്ഥാനമാണ്. ആദ്യത്തെ 3ഉം ഉമ്മാക്ക്, പിന്നെ 4ാമത്തത് വാപ്പാക്ക്, 5 മുതലാണ് എന്ത് ചെയ്യണത്, ബാക്കി ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ശരിക്കും അല്ലേ? നമ്മളെ വെറുതെ ഇപ്പോൾ പറയും ഉമ്മാനെ നോക്കണം, ഇത്രയും വലിയ സംഭവമായിട്ട് പറയും. എന്തോ ഒരു കാര്യമുണ്ട് ശരിക്കും. ഞാൻ അതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വളരെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കൂലേ? അതാ പോയി, ചില ആൾക്കാരൊക്കെ പോയി ക്യാമറ ഓഫ് ചെയ്ത് പോയിക്കണ്. ഇതാ പോയിക്കണ് മക്കളെ. ഇതാ മർസിയ പോയി, ഹൈമി പോയി, അമീന പോയി, പിന്നെ ഫിൽസ പണ്ടേ പോയി, എംഷീന ഉണ്ടായിട്ടും പോയി, ഖദീജ പിന്നെ ഇല്ലാതെ പോയി. ചാർജിൽ വെച്ചതാ. ഓക്കെ.
അപ്പോൾ ഇത് ശ്രദ്ധിക്കട്ടോ, എല്ലാവരും ശ്രദ്ധിക്കുക. എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയണത്. ഞാൻ വീണ്ടും പറയുന്നു, വളരെ കുറഞ്ഞ സമയം ഞാൻ എടുക്കുള്ളൂ, വളരെ കുറഞ്ഞ സമയം. ആ കുറഞ്ഞ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. എന്തുകൊണ്ട് നമ്മളമ്മ, എന്തുകൊണ്ട് നമ്മളപ്പ? പൊതുവേ നമ്മളമ്മമാരൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉമ്മാനോട് സ്നേഹമൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്, ശരി തന്നെ. പക്ഷെ ഉമ്മാക്കൊരു പ്രശ്നമുണ്ട്, എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഇല്ലേ? നമ്മളമ്മമാർ അങ്ങനെ തന്നെയാണ്. ആരും ഉമ്മ കേൾക്കണ്ട കേട്ടോ, നമ്മളമ്മമാർ പൊതുവേ അങ്ങനെയാണ്. വലിയതിലൊക്കെ എന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും, എന്നിട്ട് ആരെങ്കിലും ഓളുണ്ടല്ലോ, ആ ഓള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ കുറ്റം മറ്റുള്ളവരോട് പറയും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കൂടെ അല്ല നിൽക്കുക, മറ്റുള്ളവരുടെ കൂടെ നിൽക്കുക. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് അല്ലേ, പലപ്പോഴും നമുക്കിങ്ങനെ തോന്നും. പ്രത്യേകിച്ച് നമ്മളെ ഈ പ്രായത്തിൽ തന്നെ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവും, നമ്മളമ്മമാരെന്താ എന്നോട് ഇങ്ങനെ ആക്കണേ. അവിടെ ആദ്യം നമ്മൾ ആ ധാരണകൾ, നിങ്ങൾ എന്തൊക്കെ ധാരണകളുണ്ട് അത് അവിടെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് എന്തും ചോദിക്കാം, ഒരു പ്രശ്നമല്ല. നമ്മളിങ്ങനെ ഒരു 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 ടീമായിട്ട് നമ്മൾ സംസാരിക്കണം. ഞാൻ അവിടെ ഒന്ന് രണ്ട് ഡൗട്ടുകൾ നിങ്ങളോട് ക്ലിയർ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അനിയത്തി ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അനിയത്തിയോ അനിയനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടോ അല്ലേ? ഉണ്ടോ അല്ലേ? അനിയൻ അനിയനുണ്ട്. ഓക്കെ, അനിയന്മാരുണ്ട് അല്ലേ? അനിയത്തി ഉണ്ടോ? രണ്ടുണ്ട്. ഉണ്ടോ അല്ലേ? പറയടോ. സ്വന്തമായിട്ടാണോ കുടുംബം മൊത്തമായിട്ടാണോ? നമ്മൾ സ്വന്തമായിട്ടുണ്ട്, അതായത് വാപ്പാന്റെ ഉമ്മാന്റെ കുട്ടിയായിട്ട് വേറെ ഉണ്ടോന്ന്, നമ്മളെ താഴെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അനിയനുണ്ട്. അനിയനുണ്ട്. ആ, അനിയനുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാ ഇത്താത്താക്ക് കുട്ടിയുണ്ടോ? ഇത്താത്താക്ക്, നിങ്ങൾ ഇത്താത്താക്ക് കുട്ടികളുള്ളവരുണ്ടോ? ഇത്താത്താക്കോ എളാമാർക്കോ മേമാർക്കോ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ എടുക്കണോ? ഉണ്ടോ? ഉണ്ടോ അല്ലേ? ആ, ഉണ്ട് എന്നാ ഉണ്ട്. കേട്ടോ, ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ അത് ശരിയാട്ടോ, ഞാൻ കണ്ടിക്കണു എന്ന് പറയുന്നത്. എന്നാ കേട്ടോളൂ, എന്താ പറഞ്ഞുതരാം. അതിലൊന്ന്, ഇവർ ഗർഭിണിയായി എന്നുള്ള അറിയാം. നമ്മൾ ഉമ്മാക്കാണല്ലോ വലിയ പ്രാധാന്യം പറഞ്ഞത്. അപ്പോൾ ഉമ്മ ആരാന്നുള്ളത് ആദ്യം പറഞ്ഞു, എന്നിട്ട് നമുക്ക് വാപ്പയിലേക്ക് വരാം. ഈ ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഉമ്മ നമ്മളെ പ്രസവിച്ചു, ഉമ്മ ഗർഭം ചുമന്നു അല്ലെ. ഉമ്മ ഇടക്കിടക്ക് പറഞ്ഞാൽ 10 മാസം എന്നെ നോക്കിയിട്ട് 10 മാസം ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഉമ്മാരൊക്കെ, അല്ലേ? നമുക്ക് എന്നാ ശരി, ഇനി മുതൽ ഞാനും നിങ്ങളെ 10 മാസം നോക്കിക്കോളാന്ന് അറിയാം അല്ലേ. നമ്മളും ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞു പോകും ഇടയ്ക്കൊക്കെ ഉമ്മാൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ. എന്നാൽ കേട്ടോളിട്ടോ, നമ്മൾ ഫസ്റ്റ് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തിയ സമയമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 14 വയസ്സാണെങ്കിൽ, അല്ലെങ്കിൽ 15 വയസ്സാണെങ്കിൽ, 12 വയസ്സാണെങ്കിലൊക്കെ നിങ്ങൾ അതിലേക്ക് ഒരു വർഷം കൂടി കൂട്ടുക, ഒരു വർഷം, ഒറ്റ വർഷം കൂടി കൂട്ടുക, ആഡ് ചെയ്യുക. അപ്പോൾ എവിടെയെന്ന് വെച്ചിട്ട് നമുക്ക് അറിയില്ല, നമ്മൾ എവിടെയെന്ന് അറിയില്ല. നമ്മൾ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവനെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്കാണ് ഊതുന്നത്. ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നമ്മൾ എത്തി, അതെത്തി എന്നതിൻ്റെ തെളിവ് ഉമ്മ ഇങ്ങനെ അടയാളങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ തുടങ്ങും. എന്താണെന്ന് പറയും ഉമ്മാൻ്റെ അടയാളം? അല്ലേ? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. അങ്ങനെ ഛർദിക്കലുണ്ടാവും, തിന്നാ ഛർദിക്കുക, ആകെ ഛർദിയാക്കാരം. ഒന്ന് പല്ലേക്കാനും കൂടി ഒരിക്കൽ പറ്റില്ല, പല്ല് ഇങ്ങനെ വായിലേക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അത് 1-2 ദിവസം ഒന്നല്ല, ചിലപ്പോൾ ഒരു 3-4, ചിലപ്പോൾ 5 മാസം വരെയൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ഛർദിക്കന്നെ. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ, ഒന്നൊന്ന് തിന്നാനും പറ്റും. അപ്പം അവിടെ ഇങ്ങനെ വരും. പക്ഷെ അപ്പോഴും ഉമ്മാക്ക് ഭയങ്കര സന്തോഷകരം. ഉമ്മ ഈ പാണ്ടാര പടച്ചവനെ വയറ്റിലാവും ചെയ്ത് കുടുങ്ങിപ്പോയി എന്നൊന്നും പറയില്ല. അൽഹംദുലില്ലാ, ഞാൻ കഷ്ടപ്പെട്ടാലും വഴി എൻ്റെ കുട്ടി എന്നറിയും. നിങ്ങളുടെ അമ്മ ഗർഭിണിയായി എന്നിട്ട് അറിയുമ്പോൾ വീട്ടിലുള്ള മാറ്റങ്ങൾ കേട്ടോ, വീട്ടിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ അമ്മ വിളിച്ച് പറയും. പിന്നെ ഈ ഉപ്പാനോട് പറയും, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു ക്ഷീണമൊക്കെ ഉള്ള പോലെ. അപ്പോൾ എന്താ, എന്ത് ക്ഷീണ? അപ്പോൾ പറയാം, എനിക്ക് ഒരു 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 പിന്നെ ഗർഭമുണ്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഞാൻ ഇപ്പം തന്നെ വരാറുണ്ട്. വാപ്പ എന്ത് ചെയ്യും, വണ്ടി എടുത്തിട്ട് വരും, നേരെ ഹോസ്പിറ്റലിൽ പോവും, ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയണം, കുട്ടിയുണ്ട്, കുട്ടിയായിട്ടുണ്ട്, ഗർഭത്തിലുണ്ട്. വാപ്പ വരുമ്പോൾ തന്നെ നേരെ വണ്ടി സൈഡാക്കിയിട്ട് ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് കുറേ ഫ്രൂട്ട്സ് വാങ്ങും. ഉമ്മാരോടേക്ക് എന്താ വേണ്ടേ? അമ്മ ഒന്നും വേണ്ട, അപ്പം എന്നാലും എന്തെങ്കിലും അണക്ക് വേണ്ടെങ്കിലും വേണ്ട, എൻ്റെ കുട്ടിക്ക് വേണം. നോക്ക്, നമ്മളെന്താ പറയാ, ഇപ്പാക്ക് ഏറ്റവും ഇഷ്ടം ഉമ്മാനെന്നല്ല അറിയാം? അല്ല, ഇപ്പാക്ക് ഉമ്മാനെ അല്ല ഇഷ്ടം,
ഉപ്പ പറയും ആ ഉമ്മാനെ നോക്കണം ഉമ്മാനെ നോക്കണം, പക്ഷെ ഉമ്മാന്റെ തടിനേക്കാൾ ഉപ്പ നോക്കിക്കണ നമ്മളെ തടിയേക്കാരം. ചില പിന്നെ ഉമ്മ ഇങ്ങനെ ഗർഭിണിയായിട്ട് ഉമ്മ ചിലതൊക്കെ ഇങ്ങനെ കഴിക്കണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഉടനെ കാണാൻ വല്യമ്മ വന്നിട്ട് പറഞ്ഞു, ഗർഭിണിയോടെ ഒന്നും കഴിക്കാൻ പറ്റൂല, അത് പ്രശ്നമാണ്, കുട്ടിക്ക് പ്രശ്നമാണ് അറിയും. അപ്പൊ ഉപ്പിന്നേരം കൊടുക്കണ്ട കഴിക്കണ്ട കഴിക്കണ്ട, കുട്ടിക്ക് പ്രശ്നമാണ്. അപ്പൊ ഉമ്മ പറയാം, ഓ എനിക്ക് നല്ല പൂതിയുള്ളതായിരുന്നു, ഇനിയിപ്പോ ഞാൻ വേണ്ട, ശരി എൻ്റെ കുട്ടിക്കും വേണ്ടി ഞാൻ ഒഴിവാക്കാം. എല്ലാവരും ടൂറ് പോകുക കേട്ടോ. എളാമുണ്ട്, മൂത്തമ്മണ്ട്, വലിയമ്മണ്ട്, എളാമ, അങ്ങനെ എല്ലാവരും ടീമായിട്ട് ഇങ്ങനെ ഇരിക്കാം. എല്ലാവരും പോകേണ്ട തീരുമാനമൊക്കെ ആയി. അപ്പം കാണാം നമ്മളമ്മ ഇങ്ങനെ ഇരിക്കണ്ടാവും. ആ ഞാനും വരട്ടെ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട, ഗർഭിണികൾ ആയിക്കൂടി വണ്ടി കൂടെ ഒക്കെ പോയിട്ട് ഞാൻ ആകെ കുലുങ്ങിയിട്ട് എന്ത് ചെയ്യും, അത് പ്രശ്നമാണ്, വേണ്ട വേണ്ട വരണ്ട വരണ്ട അവിടേക്ക്. അപ്പം എല്ലാവരും പോണത് ഉമ്മ ഇങ്ങനെ നോക്കിക്കും. ഉമ്മ ആർക്ക് വേണ്ടിയിട്ടാണ് അത് ഒഴിവാക്കിയത്? ഉമ്മാൻ്റെ ഭക്ഷണം ഒഴിവാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ഉമ്മാൻ്റെ യാത്ര ഒഴിവാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ പറയും? നിങ്ങൾക്ക് വേണ്ടി നമുക്ക് നമ്മക്ക് വേണ്ടിയിട്ട്. വേണ്ടിട്ട് നമ്മക്ക് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയത്. ഉമ്മാക്ക് ടൂർ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ, പക്ഷേ ഇല്ല, പറ്റൂല, ഗർഭിണി പോകാൻ പറ്റൂല. ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റൂല, കഴിക്കാൻ പറ്റൂല. ചില ഭക്ഷണം ഉമ്മാക്ക് കഴിക്കാനേ ഇഷ്ടമല്ല, അരിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അരിഷ്ടം മരുന്നൊക്കെ അല്ലേ, അതൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴേക്കെ അത് തിന്ന അപ്പ ഛർദ്ദിക്കുന്ന അറിയും, എന്നാലും അത് തിന്നണം. കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അത് ഒന്നുകൂടി പറഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ ഒരു പേരുണ്ടല്ലോ അല്ലേ, ഈ പേര് നമ്മളൊക്കെ ഇങ്ങനെ പറയും, ഞാൻ ഉണ്ടല്ലോ, ഞാൻ എന്നൊക്കെ പറയണ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നതിന് മുമ്പേ എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾക്ക് നിങ്ങളോടൊരു ഇഷ്ടമല്ലേ അല്ലേ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലേ, ഉണ്ടോ അല്ലേ? ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടം വരുന്നത് എപ്പോഴാ? നിങ്ങൾ ജനിച്ച് നിങ്ങൾ വലുതായി ഞാൻ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ആമിനയാണ്, ഞാൻ ഖദീജയാണ്, ഞാൻ ആയിഷയാണ്, ഞാൻ ലിയാനയാണ്, ഞാൻ ഷസയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ അല്ലെ പേരിങ്ങനെ വരാൻ നോക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മളോട് ഇഷ്ടം. എന്നാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാര്? ആര്? നമ്മൾ നേരത്തെ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു അടുത്ത ഘട്ടം നോക്കാം. നമ്മൾ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലായി. അപ്പം എന്താ ഉണ്ടാകുക? ഗർഭിണിയാണെന്നുള്ളതിൻ്റെ തെളിവെന്താ? ഒന്ന് ഛർദിയാണ്, പിന്നെന്താ? വയറിങ്ങനെ വീർക്കാൻ തുടങ്ങും അല്ലേ, ഉണ്ടോ അല്ലേ? ആ ബലൂൺ അതിൻ്റെ ഉള്ളിൽ വെച്ചിക്കണേ അല്ല, പിന്നെന്താ? എന്താണ്? കുട്ടി വലുതാവുന്നത് കുട്ടിയാണല്ലേ, കുട്ടി നമ്മൾ വയറ്റിലായിരുന്നു. എന്നിട്ട് ഇങ്ങനെ വലുത് നമ്മൾ നോക്കിയാൽ നമ്മുടെ വയറിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പിന്നെ നടക്കാൻ കഴിയൂല, ഇരിക്കാൻ കഴിയൂല. നല്ല വയറ് ഫുള്ളായി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ് അറിയും, ഒരു ഇരുത്തായിരിക്കും, നമുക്ക് നീക്കാനും വയ്യ, ഒന്നിനും വയ്യ. എന്നാൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളൊക്കെ പറയും എന്താ ഇപ്പം ഉമ്മ ചെയ്തത്, എന്താ ഇപ്പം ഉമ്മ ചെയ്തത് ചോദിക്കും. അത് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. എന്നിട്ട് വലിയൊരു കല്ലിൻ്റെ കഷ്ണം എടുക്കുക, ഒരു 1/2 കിലോ ഉള്ള കല്ല് മതി, 1/2 കിലോനോ 1 കിലോനോ ഉള്ള ഒരു കല്ലില്ലേ, കല്ല് മനസ്സിലാവൂലേ? എടോ കല്ലടോ, മനസ്സിലായി. ആ കല്ല് വയറ്റിൽ കെട്ടിയിട്ട് ഒരു കയറൊക്കെ എടുത്തിട്ട് കെട്ടും. ഉമ്മ വലിയ ഡയലോഗ്, ഞാനും നോക്കട്ടെ കല്ലൊക്കെ കെട്ടിയിട്ട് നടക്കാൻ പറ്റും. ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ ഉള്ള ഒരു കല്ല് വരെ നമുക്ക് എത്ര സമയം കൊണ്ട്, കുറച്ച് നേരം കൊണ്ട് നടക്കുമ്പോഴേക്കും നമ്മൾ കുഴഞ്ഞു കിട്ടുമെന്നറിയും അല്ലേ? അതുകൊണ്ട് എടുത്ത് ഉറങ്ങാൻ കഴിയുമോ? അതെടുത്തിട്ട് വയറുമ്മ കെട്ടിയിട്ട് ഉറങ്ങാൻ കഴിയുമോ നമുക്ക്? ഇല്ല. നടക്കാൻ കഴിയുമോ? ഇല്ല. ബാത്റൂം പോകാൻ പറ്റുമോ? ഇല്ല. ഒന്നിനുമില്ല. നമുക്ക് ആകെ കുഴങ്ങിയിട്ട് ചിലപ്പോൾ 1 മണിക്കൂർ കെട്ടിയിട്ട് അറിയും കുഴഞ്ഞു, ഞാൻ മാറ്റി വെക്കാണ്. നമ്മളൊക്കെ ജനിക്കുമ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു? 2 കിലോ, 2.5 കിലോ, ചില എണ്ണമൊക്കെ 3, 3.5 കിലോ ഉണ്ടാവും. ഉമ്മയൊക്കെ ഇങ്ങനെ ഏറ്റി നടന്നു കാരം അല്ലേ, ശരിയല്ലേ അല്ലേ? അങ്ങനെ ഏറ്റി നടന്നു ഉമ്മ നമ്മളെ 3 കിലോക്കുള്ള നമ്മളിയും കൊണ്ടൊന്നും ഇങ്ങനെ നടന്നിക്കണമെന്ന് ആലോചിച്ച് നോക്കി കാണി. അത് വയറിലിട്ടിട്ടാണേ, കൈ പിടിച്ചിട്ട് ഒക്കത്ത് വെച്ചിട്ടല്ല, ഇത് വയറിലിട്ട് നടക്കുക. എന്നിട്ട് ഉമ്മ കടക്കണ സമയത്ത് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിയും അങ്ങോട്ട് തിരിയും, ഓകെ ബുദ്ധിമുട്ടി നിൽക്കും. അങ്ങനെ പ്രയാസപ്പെട്ടു. ആ പ്രയാസം അത് മാത്രമല്ല, അതിൻ്റെ ഇടയിലാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഫുട്ബോൾ കളിച്ച ടീം ഉണ്ടാവത്തില്ലേ, ഉമ്മാൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഫുട്ബോൾ കളിച്ച ടീമങ്ങളൊക്കെ ചോദിച്ചോക്കി കാണി. ഉമ്മ പറയുണ്ടാവും, അല്ലോ ഞാനുണ്ടല്ലോ ഇതാ ഇവളെ പ്രസവിക്കാൻ നേരത്തെ ഇവളെ ഗർഭത്തിൽ ഇരിക്കണ സമയത്താണ് ഫുള്ള് ചവിട്ടിരുന്നു ഇതെന്ന് അറിയും അല്ലെ, നമ്മളെ ഉമ്മാനെ വയറ്റിലൊക്കെ ചവിട്ടിയ മനുഷ്യന്മാരെ നമ്മൾ
വയറിൻ്റെ ഉള്ളിൽ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഉണ്ട്, ഞാൻ പലപ്പോഴും പല ക്ലാസ്സിലും പറയാറുണ്ട്. അതായത് ഒരു ദിവസം മൂപ്പരിങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് വരിക. അപ്പോൾ പിന്നെ മൂപ്പര് ഭാര്യയുള്ളത്. അപ്പം അങ്ങനെ ഇതെന്ത് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഭക്ഷണം ഒക്കെ റെഡിയാക്കി കൊടുത്തു. അങ്ങനെ ഇവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. മൂപ്പര് ഭക്ഷണം കഴിക്കേണ്ട, ഭാര്യ അപ്പുറത്തിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, ഞാനൊന്ന് പോയി കിടക്കട്ടെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു ആയിക്കോട്ടെ പോയി കിടന്നു പറഞ്ഞു. അങ്ങനെ പോയി കിടന്ന് ഇവനെന്ത് ചെയ്തു, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെന്നു അങ്ങനെ പിന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇരിക്കണം. അങ്ങനെ കിടക്കണ സമയത്തുണ്ട് ഭാര്യൻ്റെ ഭയങ്കര തേങ്ങൽ കേൾക്കണം. ഭാര്യ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ എന്താ പറയുക, കരച്ചിലിൻ്റെ തേങ്ങൽ ഇങ്ങനെ കേൾക്കണ്ടാണ്. അപ്പം ഇവനാകെ ബേജാറായി, എന്താ ഇത്, എന്തിനാ കരയണെന്തിനാ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട് വിചാരിച്ചപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പിന്നെ ഇവളൊന്നും പറയില്ല, ഇവളിങ്ങനെ കണ്ണീരൊക്കെ തുടക്കണം. അപ്പം എന്താന്ന് ചോദിച്ചപ്പോൾ ഇവൻ്റെ കൈ എടുത്തിട്ട് ഇവൾ അവളുടെ വയറിൻ്റെ മുകളിൽ വെച്ചു. അപ്പം ഇങ്ങനെ ടും ടും എന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്താ, കുട്ടിയാണ്, വയറുള്ള കുട്ടി ഇങ്ങനെ ഇങ്ങനെ ചവിട്ടുകയാണേ, അതിൻ്റെ സൗണ്ടാണ്. അത് ഇവൾക്ക് ഭയങ്കര വേദന. ഇവള് പറഞ്ഞു എനിക്ക് ഭയങ്കര വേദന ഉണ്ട്, എനിക്കിപ്പോൾ മൂത്രപ്പം പോകും തോന്നുന്നുണ്ട്, നല്ല വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ ഇയാൾ പറയണേ, ഞാനങ്ങനെ അന്തം വിട്ടുപോയി. കാരണം ഒരു നമ്മളെ ഭാര്യമാരോടൊക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്ന ടൈമാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടീനെയാണല്ലോ ഇപ്പോൾ വളരണേന്ന്. അത് നമ്മളെ വാപ്പാക്ക് നമ്മളമ്മ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? അറിയോ? നമ്മളെ വാപ്പാക്ക് നമ്മളമ്മ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം, വാപ്പാക്ക് ഉപ്പ എന്നൊരു സ്ഥാനം കൊടുത്തത് നിങ്ങളെ കൊടുത്തിട്ടാണ്, നിങ്ങളോട് കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് വാപ്പാക്ക് ഭയങ്കര ഇഷ്ടം, നിങ്ങളിഷ്ടം ഉമ്മാനൊക്കെ ഇഷ്ടം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനത്തെ ഒരു ഇഷ്ടം അതിൻ്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഗർഭത്തിലിരിക്കുന്ന സമയത്ത് പോലും വല്ലാത്ത പ്രയാസപ്പെടുത്തൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതേ നേരത്തെ പറഞ്ഞത്, നമ്മൾ വയറ്റിലൊരു കല്ല് കെട്ടിയിട്ട് നമുക്ക് നടക്കാൻ കഴിയൂല. കഴിയോ? വയറ്റിൽ കല്ല് കെട്ടിയിട്ട് നമുക്ക് നടക്കാൻ കഴിയുമോ? ഇല്ല. ഇല്ല. എങ്കിൽ നമ്മളമ്മ 9 മാസത്തിലധികമാണ് നമ്മളെയും കൊണ്ട് ചുമന്ന് നടന്നിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വഹനൻ അലാ വഹൻ, പ്രയാസത്തിനുമേൽ പ്രയാസം എന്ന് പറഞ്ഞു. അങ്ങേയറ്റത്തെ പ്രയാസം. അത് ഗർഭം ചുമന്നിങ്ങനെ 9 മാസം അല്ലെങ്കിൽ 10 മാസം കൊണ്ട് നടക്കൽ മാത്രമല്ല, പിന്നെ ഒരു പ്രസവമുണ്ട്. നമ്മളെ ഇത്താത്താരോ അല്ലെങ്കിൽ എളാമാരൊക്കെ പ്രസവത്തിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത് എങ്ങനെയെന്നറിയോ? നമ്മൾ സ്കൂളിൽ ചെന്ന് നോക്കുമ്പോൾ കാണാം, ആ ഓള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാറി ആരനെ, എളാമാനെ അല്ലെങ്കിൽ ഇത്താത്താനെ കൊണ്ടുപോയിട്ടുണ്ടാറി. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, വാപ്പെങ്ങാനും ചിലപ്പോൾ വല്ല എന്തെങ്കിലും ആവശ്യങ്ങൾ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പറയും ഇപ്പം ഞാനും പറ്റേ അറിയും. അങ്ങനെ നമ്മളും പോവും. എന്താ അവിടെ കാണാലോ. നമ്മളവിടെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കാണാം, പ്രസവിക്കാൻ വേണ്ടി വന്നവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവളെന്താ നടക്കാൻ ഇറങ്ങിക്കുക, ഇതെന്താ ഇത് നടക്കണം, എന്താ പ്രസവിക്കാത്ത എന്താ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറയും ആ പ്രസവിക്കാനാവണുള്ളൂ, വേദനക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് അറിയും. എന്ത് വേദനക്കുള്ള മരുന്ന്? പൊതുവേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണ എന്തിനാ? വേദന പോകാനല്ലേ. വേദന പോകാനല്ലേ നമ്മൾ മരുന്ന് കൊടുക്കണേ. എന്നാൽ ഇത് വേദന വരാൻ, അഥവാ പ്രസവ വേദന. ഇനി ഞാൻ പറയണം, നിങ്ങൾ ശ്രദ്ധിച്ചോളി. പ്രസവ വേദന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയും? നമ്മുടെ ശരീരം രണ്ടായി പിളർക്കുന്നതിന് തുല്യമാണ്. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു 1-2 ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചോദിക്കുകയാണ്, 2 തരത്തിലാണ് പ്രസവം നടക്കുക. ഒന്ന് സുഖമില്ലാത്ത സുഖപ്രസവം, ഒരു സുഖം ഉണ്ടാവില്ല, എന്നാൽ പറച്ചിലെന്താണ് സുഖപ്രസവമാണ് അറിയും. മറ്റൊന്ന് ഓപ്പറേഷനാണ്. നിങ്ങൾ എങ്ങനെയാണ് ഓപ്പറേഷൻ ആയ ആൾക്കാരൊക്കെ ഒന്ന് കൈബന്ധിച്ചേ? ഓപ്പറേഷൻ എന്ന നിലക്ക് വന്ന ആൾക്കാരെ ചില ആൾക്കാർക്ക് അറിയുന്നല്ല ഞാൻ ഏതാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഓപ്പറേഷൻ ആണോ സുഖപ്രസവമാണോ? ഓപ്പറേഷൻ ആൾക്കാരൊക്കെയാ ഞാൻ പറയും. ആലിയുണ്ട്, പിന്നെ ആരാ, ഹനിയുണ്ട്, പിന്നെ ഷസുണ്ട്, പിന്നെ 3 ആളുള്ളൂ. ജംഷീനുണ്ട്, പിന്നെ ആരെങ്കിലും ഉണ്ടോ? ആയിഷ ഖൈറിയും ഐഫോണൊക്കെ പോയി ഒണ്ണു, ഹൈമി ഓക്കെ, പിന്നെ പറയേ ആയിഷ ഖൈറുണ്ട്, പിന്നെ വേറെ ആരുള്ളേ? ഓക്കെ. അപ്പം ഇത്രയും ആളുകൾ നിങ്ങൾ കേട്ടോളിട്ടോ. എന്താണ് ഈ പിന്നെ സിസേറിയൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്നുള്ളത് പറഞ്ഞുതരാം. സിസേറിയൻ എന്നാ പറയാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയും. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ? എല്ലാവരും ഉണ്ടോ?
ചില ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ പോകാൻ പറ്റൂല. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല നമ്മൾ പറയുന്നത്. കുറച്ച് സമയം എന്നല്ല പറഞ്ഞത്. ആ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ മൊബൈൽ നോക്കിക്കോളി, കുഴപ്പമില്ല. അത് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരോടാട്ടോ ചോദിക്കണം. നിങ്ങളമ്മ ഒരു പരാതി നിങ്ങളോട് പറയാറുണ്ടോ ഇല്ലേ? ഇപ്പം പറയണം. അതായത് ഉമ്മ കുറച്ചു നേരം ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാലേ പിന്നെ ഇങ്ങനെ നിന്നിട്ട് പറയാം, ഭയങ്കര ഇടുപ്പ് വേദനയാണ്, ഞാൻ പോയിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. ഉണ്ടോ? പറയാറുണ്ടോ? ഇടുപ്പ് വേദന പറയാറുണ്ടോ നിങ്ങളമ്മ? ഉണ്ടോ അല്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയില്ലെങ്കിൽ ഇല്ല അറിയും. ഉണ്ട് അല്ലേ? ആ, അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ കേട്ടോളിട്ടോ. നിങ്ങളമ്മാൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് കേട്ടോ. ഞാൻ വളരെ ഓപ്പൺ ആക്കിയിട്ട് ചില കാര്യങ്ങൾ പറയണം, ശ്രദ്ധിക്കുക. അതായത് നിങ്ങളമ്മാനെ ഒരു സ്ട്രക്ചറിൽ കടത്തും. എന്നിട്ട് നിങ്ങളമ്മാൻ്റെ തല ഉണ്ടല്ലോ, അതിങ്ങനെ ചുരുട്ടിയിട്ട് ഉമ്മാൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ചുരുട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഉമ്മാൻ്റെ കാല് മടക്കിയിട്ട് ഉമ്മാൻ്റെ ഈ തുടഭാഗം കാൽമുട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉമ്മാൻ്റെ വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു ബോള് പോലെ ഉമ്മാനോട് ചുരുട്ടും. ഒരു ബോള് പോലെ. അത് സുഖമുള്ള പരിപാടിയല്ല. എന്നിട്ട് ഒരാൾ വരും, ഉമ്മാനെ കിടത്തിയ ആ ഭാഗത്തേക്ക് ആ ഹോസ്പിറ്റലിലെ അനസ്തേഷ്യ കൊടുക്കുന്ന ആൾ, അനസ്തേഷ്യ നടത്തുന്ന ഒരു ഡോക്ടറുണ്ട്. എന്നിട്ട് ഉമ്മാൻ്റെ നട്ടെല്ലിൻ്റെ ഉള്ളിലേക്ക്, നട്ടെല്ലിൻ്റെ നമ്മളൊക്കെ നടുവിലുള്ള നട്ടെല്ലുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് വലിയ ഒരു സൂചി കൊണ്ട് കുത്തിയിട്ട് ഉമ്മാനെ ബോധം കെടുത്തും. വേദന ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം, ഇപ്പം നിങ്ങൾക്ക് 15 വയസ്സാണെങ്കിൽ ഈ 15 കൊല്ലമായിട്ട് ഉമ്മ അനുഭവിക്കേണ്ട വേദന. നിങ്ങൾക്ക് ഇനി 30 വയസ്സായാലും 30 കൊല്ലമായിട്ട് അനുഭവിക്കണ വേദനയാണത്. മാറൂല, മരിക്കണ വരെയുള്ള വേദനയാണ്. അങ്ങനത്തെ ഒരു വേദന തന്നിട്ട് പിന്നെ ഉമ്മാനെ മലർത്തി കിടത്തിയിട്ടാണ് എന്ത് ചെയ്യുക, ഉമ്മാൻ്റെ ഈ വയറിൻ്റെ ഭാഗത്ത് കീറിയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ശരിക്ക് ആ ഒരു ഓപ്പറേഷൻ ചെയ്ത ഒരാൾ കാലാകാലം ആ വേദനയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അമ്മ കുറച്ച് നേരം ഒന്ന് അടിച്ചു വാരുമ്പോഴേക്ക്, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഒരുക്കി നമ്മുടെ വീടൊക്കെ ഒന്ന് ഒരുക്കി വെക്കുമ്പോഴേക്ക് അപ്പം പറയും എനിക്ക് ക്ഷീണമാണ്, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറയും. നമ്മൾ വിചാരിക്കും എന്താ ഇമ്മ ഇങ്ങനെ മടിയാ, ഉമ്മാക്ക് എന്താ ഭയങ്കര എപ്പോഴും മടി പറയുണ്ടല്ലോ. ഉമ്മാക്ക് മടിയുള്ളത് കൊണ്ടല്ല, വലിയ ഒരു വേദന വന്നതുകൊണ്ടാണ്. ഇനി മറ്റ് സാധാരണ പ്രസവം എന്താണെന്നറിയോ? അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഉമ്മാൻ്റെ ഒരു സ്ട്രക്ചറിൽ കിടത്തും. ഉമ്മാൻ്റെ 2 കൈയും നേഴ്സുമാർ പിടിച്ചിട്ടുണ്ടാകും. ഉമ്മാൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഡോക്ടർ നിൽക്കും, ഗൈനക്കോളജിസ്റ്റ് നിൽക്കും. എന്നിട്ട് ഒരു നേഴ്സ് ഉമ്മാൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തള്ളുന്ന, കുട്ടിനെ പുറത്തേക്ക് തള്ളുക. അങ്ങനെ ഉമ്മാൻ്റെ 2 കാലുകൾക്കിടയിലൂടെ നമ്മൾ പുറത്തേക്ക് വരും. ആ വേദന എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഒരു ഉമ്മയും ചിരിച്ചുകൊണ്ട് പ്രസവിച്ചിട്ടുണ്ടാവില്ല. അങ്ങേയറ്റത്തെ കരച്ചിൽ. അതായത് ഇപ്പോൾ ഈ കൈ ഇങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാലുള്ള വേദന പെട്ടെന്ന് പൊട്ടിച്ചു വിചാരിച്ചോ, നമ്മളുണ്ട് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മളെ കൈയ്യുണ്ട് ഒടിഞ്ഞു എന്ന് വിചാരിച്ചോ, അപ്പോൾ ഒരു വേദനല്ലേ? അതിൻ്റെ ഒരു 10 ഇരട്ടിയോ 50 ഇരട്ടിയോ വേദനയായിരിക്കും പ്രസവത്തിനുണ്ടാകണം. പ്രസവ വേദന എന്നാ പറയാം. ആർത്ത് കരയും. ഉമ്മാൻ്റെ സൗണ്ടൊക്കെ നമ്മൾ കേട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഒരിക്കലും നമ്മൾ ഉമ്മാനോടൊരു വാക്ക് പോലും പറയില്ല. അത്രയും കരഞ്ഞ് ഉമ്മാൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളമ്മമാൻ്റെ കണ്ണ് നിറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം ഉണ്ടല്ലോ അല്ലേ? നമ്മളമ്മമാൻ്റെ കണ്ണ് നിറയുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം, ഉമ്മ കരയാണ്. എന്നാൽ ഉമ്മാൻ്റെ ഏറ്റവും വലിയ കരച്ചിൽ നമ്മളെ പ്രസവിക്കുമ്പോഴുണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മളൊക്കെ 2 കാലിലും ആ ഡോക്ടർ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ തല കീപ്പോട്ടായിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കുന്ന, എന്നിട്ട് ആദ്യം നമ്മളെ കാണിക്കണതായിരിക്കാന്നറിയോ? ആ വേദനയോടുകൂടി കിടക്കണ ഉമ്മാൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതുവരെ കരഞ്ഞിരുന്ന ഉമ്മാൻ്റെ മുഖത്തൊരു ചിരി വരാൻ തുടങ്ങും. എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി. നമ്മളെ കവിളത്ത് ആദ്യമായിട്ട് മുത്തം തന്നത് ആരാന്നറിയോ? നമ്മളമ്മയാണ് ആദ്യമായിട്ട് നമുക്ക് മുത്തം തന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യണത്? നേഴ്സുമാർ വന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതാ കുട്ടി പ്രസവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നയാൾ പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകണതും ബാക്കിയുള്ള ആളുകൾ നോക്കണതൊക്കെ.
കുറച്ച് കഴിഞ്ഞാൽ ഉമ്മാനെ വീണ്ടും വേറൊരു ഭാഗത്തേക്ക് മാറ്റും. അപ്പം നേഴ്സ് വീണ്ടും വന്നിട്ട് കുട്ടീനെ എടുക്കും, നമ്മളെടുത്തോണ്ട് പോയി, എന്നിട്ട് പറഞ്ഞു ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുവരെ ഉമ്മാനെ ഏകദേശം ഒരു 10 മാസക്കാലം ഉമ്മാനെ പ്രയാസപ്പെടുത്തിയ ആൾക്കാരെ നമ്മൾ. എന്നിട്ട് പ്രസവിച്ചു, അങ്ങേയറ്റത്തെ വേദന വന്നു. ശരിക്കും ആ സമയത്ത് നമ്മളൊക്കെ എന്താണെങ്കിൽ കൊണ്ടേക്കാണ് അതിനെന്നാ പറയാ അല്ലേ. പക്ഷെ ഉമ്മ എന്താ പറയുക, ഇങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് ഉമ്മാൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഉമ്മാൻ്റെ പിന്നെ അമ്മിഞ്ഞപ്പാൽ തന്നിട്ട് നമ്മളെ പരിഗണിക്കണം. അവിടുന്ന് ഉമ്മ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. ആ തലോടിൽ ഇപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴെന്നറിയോ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മളമ്മ നമ്മളെ അടുത്തിരുത്തിയിട്ട് നമ്മളെ തലയിൽ ഇങ്ങനെ തലോടുമ്പോൾ ഉണ്ടല്ലോ, നമുക്കുണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട്. പക്ഷേ ഈ സന്തോഷമൊക്കെ പോകും കേട്ടോ, ഈ സന്തോഷമൊക്കെ പോകും. ഞങ്ങൾക്കൊരു ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ആ ഉമ്മാനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പറയണേ. അതായത് നിങ്ങളിപ്പോൾ പിന്നെ നാളെ നിങ്ങളെ ട്യൂഷന് വേണ്ടി പോയി എന്ന് വിചാരിച്ചോ. രാവിലെ ട്യൂഷന് പോയി, ട്യൂഷൻ ഇങ്ങനെ എടുത്ത് നിങ്ങൾ ക്ലാസ്സിലിരിക്കണ സമയത്തുണ്ട് നിങ്ങളെ ഒരു കുടുംബക്കാരൻ വന്നിട്ട് പിന്നെ ക്ലാസ്സിൻ്റെ അവിടെ വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ടീച്ചർ വന്നിട്ട് പറയണം എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വീട്ടിൽ പോവുക, ഒരു കാര്യം ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഉമ്മാനോട് സലാം പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഇറങ്ങിയതാണ്. നമ്മളങ്ങനെ പിന്നെ ബുക്കൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ആ വന്ന നമ്മുടെ കുടുംബക്കാരൻ്റെ കൂടെ, അല്ലെങ്കിൽ അളാപ്പാൻ്റെ കൂടെ, അല്ലെങ്കിൽ അമ്മാവൻ്റെ കൂടെ നമ്മളിങ്ങനെ പോവുക. അപ്പോൾ ഓരോട് ചോദിച്ചു എന്താന്ന് ചോദിച്ചു, നമ്മൾ എന്താ സംഭവം എന്താ ചോദിച്ചു. ഒന്നുമില്ല ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ പോകാറ്. നമ്മളവിടെ വീടിൻ്റെ അവിടെ ഇങ്ങനെ ബൈക്ക് വന്ന് ഇറങ്ങുമ്പോൾ ആ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു സങ്കടത്തോടു കൂടി നോക്കുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ നമ്മുടെ ചെരുപ്പ് അടിച്ച് വെച്ച് നമ്മളെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കുറേ സ്ത്രീകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണുണ്ട്. നമ്മളെ കണ്ടപ്പോൾ അവരെല്ലാവരും ഇങ്ങോട്ട് മാറി. അപ്പോഴാണ് നമ്മളിങ്ങനെ കാണുന്നത്, നമ്മളെ ഉമ്മാൻ്റെ താടി ഇങ്ങനെ ഒരു വെള്ള ഇതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഉമ്മാൻ്റെ മൂക്കിൽ പഞ്ഞി വെച്ച് ഉമ്മാൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെള്ള പുതച്ചിങ്ങനെ ഓരിങ്ങനെ നിൽക്കണം. നമുക്ക് അപ്പോഴും മനസ്സിലായില്ല, എന്താണെന്ന് മനസ്സിലായില്ല. നമ്മളെ ഉമ്മ മരിച്ചു എന്ന് വന്നിട്ട് നമ്മളെ വാപ്പ വന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു വിചാരിച്ചു. അപ്പോഴാണ് നമുക്കിങ്ങനെ ബോധ്യപ്പെടാം നമ്മളമ്മ നമുക്ക് ആരായിരുന്നു എന്ന്. നമ്മളമ്മ നമുക്ക് ആരായിരുന്നു. ഒരു പക്ഷേ അപ്പം നമുക്ക് ഒരു ഷോക്കായിരിക്കും ഉണ്ടാകാം, ഒരു ഷോക്കായിരിക്കും. നമ്മളമ്മ മരിച്ചു, എല്ലാവരും വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും, കരയും. നമ്മളും ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കരഞ്ഞു എന്ന് വരും. പക്ഷെ പിന്നീട് ഇപ്പോൾ നാളെ വൈകുന്നേരമൊക്കെ ഇപ്പോൾ രാവിലെ മരിച്ചു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മളമ്മാൻ്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് പുറത്തേക്ക് എടുക്കും. പുറത്തിങ്ങനെ വെച്ചിട്ട് ആ പിന്നെ മയ്യത്ത് മൂടുന്നതിന് മുമ്പ് ഒന്നും കൂടി ഞാൻ ആർക്കെങ്കിലും കാണണമെങ്കിൽ കണ്ടോളിന്നറിയും. അപ്പോൾ നമ്മളെ വാപ്പ വരും, നമ്മളെ ജ്യേഷ്ഠനുണ്ടാകും, അനിയനുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരോ പറയേണ്ടത് നമ്മൾ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ നിർത്തി നമ്മളുമ്മാനോട് ഒരു പറയും, ഉമ്മാക്ക് അവസാനമായിട്ടൊരു മുത്തം കൊടുത്താന്ന് പറയും, അവസാനമായിട്ടൊരു മുത്തം കൊടുക്കാൻ പറയും. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ലാസ്റ്റ്. പിന്നെ ഒരിക്കലും നമ്മളെ ഉമ്മാനെ നമ്മൾ കാണില്ല. ആ ഉമ്മാൻ്റെ നെറ്റിയിൽ മുത്തം കൊടുത്ത് അത് കഴിഞ്ഞ് ആ പിന്നെ വസ്ത്രം മൂടിക്കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയാലേ, അപ്പോൾ ആ ഒരു സമയം മുതൽ നമ്മളറിയും നമ്മുടെ ഉമ്മാൻ്റെ വില എന്താണ്. കാരണം ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിക്കണോ ഇല്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആർക്കറിയോ, നമ്മളമ്മക്ക. നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടാകുക നമ്മളമ്മയാണ് അല്ലേ. എന്നാൽ നാളെ രാവിലെ നമ്മളമ്മ മരിച്ചാൽ, നാളെ വൈകുന്നേരത്തോടു കൂടി നമ്മളമ്മേൻ്റെ മയ്യത്തെടുത്താൽ, നാളെ രാത്രി ഒരു പക്ഷേ നമ്മളെ കുടുംബത്തിലെ കുറച്ചൊക്കെ ആൾക്കാരുണ്ടാകും, പലരും മറക്കും നമ്മൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കാൻ. മറ്റന്നാ മുതൽ നമ്മൾ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രംഗമാണ്. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളമ്മ നോക്കുക. നമ്മൾ പലപ്പോഴും ഉമ്മാൻ്റെ കുറ്റം മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടി വീട്ടിൽ ഏറ്റവും ആദ്യം എണീക്കണതാരാ? നമ്മളമ്മയാണ്. വീട്ടിൽ ഏറ്റവും അവസാനം കിടക്കണതാരാ? അതും ഉമ്മയാണ്. ഒരു റെസ്റ്റും ഇല്ലാത്ത ജോലി എടുക്കണതാരാ? അതും ഉമ്മയാണ്.
ഒരു പക്ഷേ വാപ്പാക്ക് ഞായറാഴ്ചയും കൂടി ലീവ് ഉണ്ടാവും, ഉമ്മാക്ക് അതും ലീവ് ഉണ്ടാവില്ല. എന്നാലും നമ്മൾ എന്താ പറയാറ്, ഉമ്മാക്ക് എന്താ അവിടെ പണി ചോദിക്കും. എൻ്റെ കാര്യം ഉമ്മാക്ക് നോക്കിക്കൂടെ, ഉമ്മാക്കത് ചെയ്തുകൂടെ, ഉമ്മാക്കത് ചെയ്തു. നമ്മളെന്താ ഉമ്മാനെ ചെയ്യുക, ഉമ്മാക്ക് എന്ത് സഹായം നമ്മൾ ചെയ്യണേ, നമ്മളെ കൊണ്ട് എന്ത് ഉപകാരം ഉമ്മാക്കുള്ളത്. ഞാനൊരു ഒരു ഒരു സിമ്പിളായിട്ട് ചോദിക്കട്ടെ, നമ്മളെ ഉമ്മ ഇരിക്കുന്ന സമയത്ത് ഒരു ചായ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഉണ്ടാക്കിയ ചായ ഉമ്മ ഒന്ന് കുടിച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് അങ്ങോട്ടൊരു ചായ ഉണ്ടാക്കി കൊടുക്കാൻ, വേണ്ട ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ. ഉമ്മ അങ്ങനെ വല്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഉമ്മ ഒന്ന് മാറിക്കുമ്പോൾ ഞാൻ ചെയ്തരമ്മ, ഉമ്മ പാത്രം കഴുകുന്ന സമയത്ത് അത് ഞാൻ ചെയ്തോളാം, നിങ്ങൾ ചോറുണ്ടാക്കിക്കോളെ. ഇങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടോ ശരിക്കും? നമ്മൾ സ്വയം ഇങ്ങനെ പരിശോധിക്കുക, നമ്മളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഉമ്മാനൊക്കെ വിളിക്കണ വാക്കുകൾ അല്ലേ. അള്ളാഹു പറഞ്ഞു വലാ തഖുല്ലഹുമ ഉഫിൻ, നിങ്ങൾ അവരോട് ഛേ എന്ന് പോലും പറഞ്ഞു പോലും. ആ ഒരു വാക്ക് എത്ര നിസ്സാരമായ കാര്യമാണ്, ഛേ എന്നുള്ളൊരു വാക്ക്. അതുപോലും നിങ്ങൾ പറയരുതെന്ന് പറയുമ്പോൾ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ എന്താണെന്നറിയോ? നമ്മൾ ഉമ്മാൻ്റെ മുടി പിടിച്ച് വലിക്കണ്ട, ഉമ്മാനെ ഉപദ്രവിക്കാന്ന് പറയണമെങ്കിൽ നമ്മൾ ഉമ്മാൻ്റെ കഴുത്തിൽ പിടിച്ച് അമർത്തണ്ട. നമ്മളൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ഉമ്മ കരഞ്ഞാൽ നമ്മൾ നരകത്തിലാണ്. ഉമ്മാനി ഇപ്പാനി ഉപദ്രവിക്കണ ഒരാൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ പോലും സമാധാനം കൊടുക്കൂല. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറഞ്ഞുതരാം, ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം. അതിൽ ഒന്നെന്താണെന്നറിയോ? എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് പരിചയമുള്ള ഒരാൾ, അവന് ഒരു പെൺകുട്ടിയോടൊരു പ്രേമുണ്ടായിരുന്നു. അപ്പോൾ അവനേക്കാൾ പ്രായമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും അതിനെ എതിർത്തു. പക്ഷേ ഇവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ പ്രേമം തലക്കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂല, ആരെന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഓൻ എന്ത് ചെയ്തു, ഓളെ തന്നെ പോയി കെട്ടി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയാണ് ഈ സംഭവമൊക്കെ അറിയണേ. അങ്ങനെ ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും കൂടി ഈ ഇവൻ്റെ വീട്ടിലേക്ക് ഇവൻ്റെ ഉമ്മാനിപ്പാനും കാണാൻ വേണ്ടി ചെന്നു. ആ സമയത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, അവൻ്റെ ജ്യേഷ്ഠനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് ഓൻ്റെ ഉമ്മ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഓന് കല്യാണം കഴിച്ചതിലൊന്നുമല്ല, ഓൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്നെ വിളിച്ച ചില വാക്കുകളുണ്ട്, എന്നോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് എൻ്റെ മനസ്സ് നല്ലോണം വേദനിച്ചിട്ടുണ്ട്. അള്ളാഹ് ഓനെ വെറുതെ വിടൂല. ഈ ഒറ്റ വാക്യം പറഞ്ഞോണ്ട് ഞാൻ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അവന് വലിയ ഒരു പരീക്ഷണം തന്നെ വരാനുള്ളത്. കാരണം ഉമ്മാൻ്റെ കണ്ണീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ തന്നെ അള്ളാഹ് ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞതാ, ഒരു സംശയം അതിലില്ല. അങ്ങനെ ഇവൻ്റെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി. പിന്നെ നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ കുട്ടി ഒന്ന് എന്തോ പനി എന്തോ വന്നിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലായിട്ട് ഇവൻ്റെ ഭാര്യയുണ്ട്, ഭാര്യൻ്റെ ഉമ്മയൊക്കെ അവിടെ ഉണ്ട്. ഇവർക്ക് ഭക്ഷണം എന്തോ കൊടുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഇപ്പം പോകുമ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. ഒരു ബൈക്ക് വന്നിട്ട് അവനടിച്ച്, ഒരു ബൈക്ക് വന്നിടിച്ചു. ഇവൻ്റെ തല പോയിട്ട് നേരെ ഒരു പോസ്റ്റിൽ പോയിട്ടിടിച്ചു. പിന്നെ നമ്മൾ കേൾക്കണം എന്താണെന്നറിയോ? ഇവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടു എന്ന്. ഇവൻ്റെ ബോധം മുഴുവനായിട്ട് പോയി. ഇവൻ്റെ ബോധം പോയി എന്ന് മാത്രമല്ല, ഇവൻ ആരെയും തിരിച്ചറിയാത്ത ആ ഒരു കോമാ സ്റ്റേജിൽ കിടക്കുക. ഇത് കേട്ടിട്ട് ഞാനും ഒരു സുഹൃത്തും കൂടി ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോഴാണ് ഇവൻ്റെ അമ്മ ഓടി വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല എൻ്റെ മോൻ്റെ കാര്യത്തിൽ പറഞ്ഞത്, റബ്ബേ ഓൻ്റെ ഇതൊക്കെ മാറ്റി കൊടുക്കണേന്. ഞാനപ്പോൾ ഇങ്ങനെ ആ ഉമ്മ പറഞ്ഞത് ഇങ്ങനെ ഓർത്തുപോയി. കാരണം നമ്മളെ ഉമ്മാരൊക്കെ നമുക്കെതിരൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, അതെന്തോയോരു സംഭവിക്കും, ഒരു സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ പറഞ്ഞ വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാരാന്നറിയും, ഈ ദുനിയാവ് തന്നെ കിട്ടും, അത് പരലോകത്തേക്ക് പോകണ്ട. അതാരായിച്ചാൽ ഉമ്മാനിപ്പാനും പ്രയാസപ്പെടുത്തുന്ന ആൾക്കാരാണ്. ഇനിയിവിടെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഉമ്മാൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. നമുക്കൊരു പക്ഷേ വാപ്പ എന്നുള്ള വിഷയത്തിൽ, നമ്മളെ വാപ്പാൻ്റെ കാര്യത്തിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ പറയും വാപ്പ ഭയങ്കര ചൂടനാണ് അല്ലേ, നമ്മളൊക്കെ പറയുന്നൊരു വാക്കാണ്, വാപ്പാക്ക് ഭയങ്കര ദേഷ്യമാണ്, അല്ലെങ്കിൽ വാപ്പ അങ്ങനെയാണ്, വാപ്പ ഇങ്ങനെയാണ്, വാപ്പാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇതൊക്കെ നമ്മൾ പറയാം. സത്യത്തിൽ നമ്മളെ വാപ്പ എത്രത്തോളം നമ്മളെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കണു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ, ഇന്ന് രാവിലെ മുതൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം, അതിലെല്ലാം നമ്മുടെ വാപ്പാൻ്റെ വിയർപ്പുണ്ടാവുന്ന, ഒന്നുപോലും നമ്മൾ ഉണ്ടാക്കിയുണ്ടാവില്ല, വേറൊരാളുണ്ടാക്കിയുണ്ടാവില്ല, നമ്മളെ വാപ്പയാണത്. ഒരു കഷ്ടപ്പെട്ടിട്ട് തന്നെയാണത് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അവിടെയാണ് നമുക്കെന്താ വെച്ചാൽ നമ്മളെ കാര്യം മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ വിലയിരുത്തും.
ഞാനതിൽ ഒരു സംഭവം പറഞ്ഞുതരാം. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് അയാൾ സംസാരിക്കല്ല, അയാൾ കരയണം. ഞാൻ നാട്ടുകാരനാട്ടോ. അയാൾ കരഞ്ഞിട്ട് ചോദിക്കണ ചോദ്യം എന്താ വെച്ചാൽ, ഒരാൾക്ക് മരിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുമോ ചോദിച്ചു. മരിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, അല്ല അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റൂല. അല്ല ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത് പറഞ്ഞു. അപ്പം എനിക്കെന്തോ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. എന്തോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ ഉള്ളത് ചോദിച്ചു. അപ്പം ഇന്ന സ്ഥലത്തുണ്ട്. അപ്പം നമുക്കൊന്ന് സംസാരിക്കാറ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ചെല്ലുകയാണ്. അപ്പം അദ്ദേഹം വീട്ടിൽ വേണ്ട, നമുക്ക് വേറെ സ്ഥലത്ത് പോകാൻ, എന്നിട്ട് വേറെ സ്ഥലത്ത് ഞാനും മൂപ്പരും കൂടി സംസാരിച്ചിരിക്കുക. അദ്ദേഹം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കരയാണ്. കരയുക ചെയ്യണേ. എന്താ കരച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ സംഭവം നടന്നു പറഞ്ഞു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മകള് 10ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പോൾ മകള് പിന്നെ ഇപ്പോൾ 10ാം ക്ലാസ്സിലാകുമ്പോൾ ഇങ്ങനെ ടൂറൊക്കെ പോകുമല്ലോ സ്കൂളിൽ നിന്ന്. അപ്പം അങ്ങനെ പിന്നെ മകൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ടൂറ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ പെൺകുട്ടി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അതേ മകള് ഉമ്മാനോട് പറഞ്ഞു. ഉമ്മാനോടാണല്ലോ പറയാം, നമ്മൾ ഉമ്മ മുഖേനയാണ് വാപ്പാനോട് പറയാം. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ എന്ത് ചെയ്തു ഉപ്പാനോട് പറയാം. അപ്പോൾ ഇയാളോട് ചോദിച്ചു, ഭാര്യ ചോദിച്ചു, പിന്നെ ഇങ്ങനെ അവൾക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോകണമെന്ന് അറിയണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വലിയ സംഖ്യ തന്നെ പറയണത്, വലിയ സംഖ്യ ഉണ്ട് ടൂറിന്. അപ്പോൾ ഉടനെ ഇയാൾ പറഞ്ഞു, അല്ലെങ്കിലേ പൈസ അല്ല, ഞാൻ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വീടിൻ്റെ വാടക കൊടുക്കാനില്ലായിരിക്കും, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ടൂറൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾ എന്ത് ചെയ്തു, അത് ഒഴിവാക്കി, പറ്റൂല എന്ന് പറഞ്ഞു. മോളോട് പറഞ്ഞു നമുക്ക് പിന്നെ പോകാം, ഇപ്പോൾ പൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന്. കാരണം അയാളുടെ അവസ്ഥ എനിക്കറിയാം. അയാൾ കുറേ കാലം ഗൾഫിൽ നിന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇവിടെ എപ്പോഴും വാടക വീട്ടിൽ മുപ്പിന് താമസിക്കണം, വാടക കൊടുത്തിട്ടാണ്. അപ്പോൾ വലിയ പ്രയാസത്തിലാണെന്ന് അറിയാം. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, പറ്റൂല എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ പറ്റൂല നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, അവിടുന്ന് മൂപ്പര് ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോയി മൂപ്പര് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി ഏകദേശം റോട്ടിലെത്തി. അപ്പോഴാണ് മൂപ്പർക്ക് ഓർമ്മ, ഞാൻ ഫോൺ എടുത്തിട്ടില്ലല്ലോ. മൂപ്പര് എന്ത് ചെയ്യാണ്, ഫോൺ എടുക്കാൻ വേണ്ടി വീണ്ടും വീട്ടിലേക്ക് ചെല്ലണം. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൂപ്പര് കേൾക്കണം എന്താണെന്നറിയോ? മൂപ്പര് പറയാണ്, ഞാനിങ്ങനെ സ്റ്റെപ്പ് എടുത്ത് എൻ്റെ ചെരുപ്പ് അടിച്ചിട്ട് ഞാൻ പിന്നെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ എൻ്റെ മകളിങ്ങനെ എൻ്റെ ഭാര്യനോട് പറയാണ്, എന്ത് വാപ്പയാണത്, ഞങ്ങളെ കാര്യത്തിൽ ഒന്നും ചെയ്തു തരാത്തൊരു വാപ്പ, ഇങ്ങനത്തെ ഒരു വാപ്പ എന്തിനാ, അയാളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ, അന്ന് ചത്തുപോയെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു മകള് വാപ്പാനെ കുറിച്ച് പറയണം, ഒന്ന് ചത്തുപോയിരുന്നെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ കയറി ചെല്ലുമ്പോൾ കേൾക്കണ കാര്യം അതാണ്. എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. ഞാനങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള എൻ്റെ മൊബൈൽ ഇങ്ങനെ നോക്കുക, എൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫോൺ എനിക്ക് കാണില്ല. ഞാനങ്ങനെ എടുത്ത് ഇങ്ങനെ പുറത്തിറങ്ങി ചെരുപ്പൊക്കെ ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ച് ഞാനിങ്ങനെ ചെരുപ്പിട്ട് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഞാൻ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു വണ്ടി ഇടിച്ചിട്ട് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ. പക്ഷേ പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാൻ മരിച്ച എൻ്റെ കുട്ടികൾക്ക് ആരുണ്ടാകാം. ശരിക്കും നിങ്ങളൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, നമ്മളെ വാപ്പ മരിച്ചാൽ പിന്നെ നമ്മളെ നോക്കാരാ? നമ്മളെ വാപ്പാൻ്റെ സ്നേഹം നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പാൻ്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഏതെങ്കിലും ഒരു കൂൾ ബാർ കയറിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ ഇപ്പോൾ പറയും നമുക്കൊരു ജ്യൂസ് കുടിക്കല്ലേക്കും. അല്ല, നമ്മളെയും കൊണ്ട് പിന്നെ ജ്യൂസ് കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിട്ടൊരു സാധനം ഓർഡർ ചെയ്യും, നല്ല വില ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുക. എന്നാലേ നമ്മളപ്പോൾ ആ സമയത്ത് എന്താ ഓർഡർ ചെയ്യലെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എനിക്കൊരു ചായ മതി അറിയും, അല്ലെങ്കിൽ എനിക്കൊരു ലൈമ് മതി അറിയും. ഏറ്റവും വില കുറഞ്ഞത് എന്താണോ അതായിരിക്കും നമ്മളെ ഒട്ടുമിക്ക വാപ്പമാർ ഓർഡർ ചെയ്യുക. കാരണം എന്താണെന്നറിയോ? ഓരോ കയ്യിൽ പൈസ ഉണ്ടാവില്ല. പക്ഷെ നമ്മളോട് പറയില്ല. നമ്മൾ മുന്നിൽ ഇങ്ങനെ ഭയങ്കര പൈസക്കാരനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഓരോ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അത് നമ്മളോട് പറയൂല. നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഇപ്പോൾ പെരുന്നാൾക്ക് നമുക്ക് ഡ്രസ്സ് ഇടും. നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, പാ നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തോന്ന്? നമ്മളെ ഉപ്പ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കുടിക്കണ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോകണേ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, ഉമ്മ എന്തിനാ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോണേ, എന്ത് മരുന്ന് ഞങ്ങൾ കഴിക്കണത്, എന്താ ഞങ്ങളെ അസുഖം? നമ്മളെ കാര്യം മാത്രം നോക്കുക.
അല്ലേ? ഉമ്മ ഡോക്ടറെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളൊരു പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, ചോക്ലേറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇതേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഉമ്മ എന്താ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? എത്ര ദിവസം മരുന്ന് കുടിക്കേണ്ടി വരും? വേറെ എന്തെങ്കിലും അതിലുണ്ടോ? ഇങ്ങനത്തെ ഒരു ചോദ്യമോ ഒന്നും നമ്മളെ ഭാഗത്തുനിന്നില്ല. എന്നിട്ട് നമ്മൾ പറയാണ് എനിക്ക് എൻ്റെ അമ്മാൻ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ അപ്പാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഒന്നുകൂടി പറഞ്ഞു കേട്ടോ, നമ്മളെ ഉമ്മിപ്പൊക്കെ നമ്മളെ കാര്യത്തിൽ ഒരുപാട് പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കണം. അവിടെയാണ് നമ്മൾ ഉമ്മിപ്പി വാപ്പി അപ്പുറത്തൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിരിക്കുമ്പോൾ നമ്മളിപ്പുറത്ത് ആർക്കൊക്കെയോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആർക്കൊക്കെയോ മെസ്സേജ് അയച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം, നമ്മളെ വാപ്പിയും ഉമ്മയും വേദനിക്കുന്ന എന്ത് കാര്യം നമ്മൾ ചെയ്താലും അത് ഈ ദുനിയാവ് തന്നെ നമുക്ക് വലിയ പരീക്ഷണമായിട്ട് മാറുക ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മളെ വാപ്പ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമൂഹം തരുന്നൊരു പേരുണ്ട്. എന്താണെന്നറിയോ? എന്താ? യത്തീം. യത്തീം. അതായത് നിങ്ങളെ വാപ്പ ഇന്ന് മരിച്ചാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാ നിങ്ങൾ ഇങ്ങനെ അങ്ങാടി കൂടി നടക്കുമ്പോൾ നിങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർ പറയും ആ കുട്ടി യത്തീമായില്ലേന്ന്. എന്താ യത്തീം എന്ന് പറഞ്ഞാൽ? നാഥനില്ലാത്ത അനാഥൻ, ആരും നോക്കാനില്ലാത്ത ആളെന്ന്. ആരും നോക്കാനില്ല. നിങ്ങളെ ഉമ്മാക്ക് എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, വാപ്പല്ലെങ്കിൽ കഴിഞ്ഞു. അത്രയും വാപ്പ എന്നുള്ളത് വലിയ ഒരു നമുക്കുള്ള തണലാണ്. ഉമ്മ എന്നുള്ളത് മറ്റൊരു തണലാണ്. ഈ രണ്ട് തണലും ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ തീർച്ചയായും നമ്മൾ പരീക്ഷിക്കപ്പെടല്ലാതെ വേറൊന്നുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ഉമ്മാനിപ്പാനെയും സ്നേഹിക്കുക. ഒരിക്കൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യണം. അതിൽ ഏറ്റവും ആദ്യം എന്താ അറിയോ? ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളെ ഉമ്മ കരയണത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, സന്തോഷം കൊണ്ട് കരയണത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ചെന്നിട്ട് നിങ്ങളെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മാൻ്റെ കവളത്തിൽ മുത്തം കൊടുത്തിട്ട് ഉമ്മ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം കേട്ടോ, ഒറ്റ വാക്ക് പറഞ്ഞ മതി. ഒറ്റ വാക്ക് നിങ്ങളിപ്പോൾ പോയി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് പറഞ്ഞുതരാം, നിങ്ങളെ ഉമ്മാൻ്റെ കണ്ണിങ്ങനെ എന്നറിയും. എന്താ പതിനിപ്പോൾ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ ഞാൻ ഒന്നുമില്ല, ഉമ്മാൻ്റെ മനസ്സിൽ അത്രയും നമ്മളോട് ഇഷ്ടം മാത്രമേ ഉണ്ടാകുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മളോളം എനിക്ക് ഇന്നോടൊരു ഇഷ്ടമുണ്ടല്ലോ, എന്നാൽ എനിക്ക് ഇന്നോടുള്ള ഇഷ്ടത്തിനേക്കാൾ ഇന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ അമ്മ, എൻ്റെ വാപ്പ. ആ ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ എന്തും നമുക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും. നമ്മൾ കണക്കും അറിയില്ല, എന്തോ ഞാനല്ല ഇന്നലെ ചെയ്തത്, ഇന്ന് മറ്റൊരു ചെയ്യട്ടെ, ഇന്ന് ഇവര് ചെയ്യട്ടെ. ഇല്ല, അത് എനിക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, എനിക്ക് പുണ്യം കിട്ടുന്ന, എനിക്ക് സ്വർഗം കിട്ടാനുള്ളൊരു വഴിയാണത്. ആ നിലക്ക് എന്ത് ചെയ്യുക? നമ്മളെ ഉമ്മാനിപ്പാനും നമ്മൾ സ്നേഹിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഒന്ന്, നിങ്ങളെ ഉമ്മാനെ പോയിട്ട് നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഉമ്മാൻ്റെ കവളത്തൊരു മുത്തം കൊടുക്കുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടെന്ന് പറയാം. കാരണം എന്താണെന്നറിയോ? ഇതൊന്നും നമ്മൾ ചെയ്തില്ല എന്ന് വിചാരിച്ചോ, ഇന്ന് പെട്ടെന്ന് ഉമ്മാക്കൊരു നെഞ്ചുവേദന വന്ന് ഇന്ന് രാത്രി ഉമ്മ കിടക്കണ സമയത്ത് ഉമ്മ മരിച്ചു പോയാൽ നാളെ നമുക്ക് സങ്കടം. പടച്ചോൻ എൻ്റെ ഉമ്മാനൊന്ന് പൊരുത്തപ്പെടിപ്പിച്ചില്ല ഞാൻ. നമ്മളും ഉമ്മയും തമ്മിലൊരു പ്രശ്നമുണ്ട് വിചാരിച്ചോ, നമ്മളും ഉമ്മയും തമ്മിലൊരു പ്രശ്നമുണ്ട്. അതിൽ നമ്മൾ മരിച്ചാലും ഉമ്മ മരിച്ചാലും നമ്മളാ നരകത്ത് പോവുക. മനസ്സിലാക്കിക്കോ. നമ്മളും ഉമ്മയും തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പൊരുത്തപ്പെടിക്കണം. ഉമ്മാനെ പൊരുത്തപ്പെടിക്കാൻ നമ്മളെ കടമയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ചോ, ഉമ്മാൻ്റെ പൊരുത്തല്ലാതെ നമ്മൾ മരിച്ചാൽ എരിയുള്ള റബ്ബു ഫീ റദ്ദിൽ വാലിദീന, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാൻ്റെ തൃപ്തി. വസഖ്തു റബ്ബി ഫീ സഖ്തിൽ വാദീൻ, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാൻ്റെ കോപം. അതുകൊണ്ട് നമ്മൾ ഉമ്മാനോട് സ്നേഹത്തിലാണോ, അള്ളാഹ് നമ്മളോട് സ്നേഹത്തിലാണ്. നമ്മൾ ഉമ്മാനോട് ഉപ്പാനോട് ദേഷ്യത്തിലാണോ, എന്നാൽ അള്ളാഹ് നമ്മളോട് ദേഷ്യത്തിലാണ്. അത്രയും ഗൗരവമുണ്ട് മാതാപിതാക്കൾ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മറക്കാതിരിക്കുക. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. എന്താണ് മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന? എന്താ? നിങ്ങൾ ഒരു ചെറിയൊരു വർക്ക് നിങ്ങൾക്ക് തരികയാണ്, ചെറിയൊരു വർക്ക്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യുക? അവർ ഉമ്മ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരു വർക്കാണ് നിങ്ങൾക്ക്. രണ്ടാമത്തെ കാര്യം, അത് ഒരിക്കലും നിങ്ങൾ മടി വിചാരിക്കരുത്. ഞാൻ ഇപ്പോൾ വലുതായില്ലെന്നല്ല, നിങ്ങൾ എത്ര വലുതായാലും ഉമ്മാൻ്റെ കുട്ടിയാണ്, ഉമ്മാൻ്റെ കുട്ടിയാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അത് നല്ല ഉഷാറാക്കി ഒന്ന് എഴുതിയിട്ട് ഒരു പോസ്റ്റർ പോലെ ആക്കിയിട്ട് അയച്ചുതരണം കേട്ടോ. ഞാൻ ടീച്ചറെ നമ്പർ തരാം, അവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, റെഡി? ഗ്രൂപ്പിലിടാം. ഓക്കെ അല്ലേ? ഓക്കെ, റെഡിയാണോ?
ഓക്കെ, എന്നാൽ ശരി, ബാക്കി നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വാലൈക്കും സലാം.